പ്രിയ ഉദ്യോഗാർത്ഥികളെ, ഇന്ന് നമ്മൾ 6ാം ക്ലാസ് SCERT സാമൂഹ്യശാസ്ത്രത്തിലെ 6ാമത്തെ പാഠമായ കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്ന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. പന്തങ്ങൾ എന്ന കവിത ആരുടേതാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. പന്തങ്ങൾ എന്ന കവിത ആരുടേതാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറ്റം ചെയ്തിരുന്ന സമ്പ്രദായം അറിയപ്പെട്ടത് ബാർട്ടർ സമ്പ്രദായം. സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറ്റം ചെയ്തിരുന്ന സമ്പ്രദായം അറിയപ്പെട്ടത് ബാർട്ടർ സമ്പ്രദായം. പ്രതിഫലം ഈടാക്കി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാപാരം. പ്രതിഫലം ഈടാക്കി സാധനങ്ങളോ സേവനങ്ങളോ കൈമാറ്റം ചെയ്യുന്ന പ്രക്രിയയാണ് വ്യാപാരം. ഏഷ്യാ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലും ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങൾ തമ്മിലും ഉണ്ടായ വാണിജ്യബന്ധം അറിയപ്പെട്ടത് പട്ടുതുണിപ്പാത. ഏഷ്യാ ഭൂഖണ്ഡത്തിലെ കിഴക്കും പടിഞ്ഞാറും തമ്മിലും ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങൾ തമ്മിലും ഉണ്ടായ വാണിജ്യബന്ധം അറിയപ്പെട്ടത് പട്ടുതുണിപ്പാത. അർത്ഥശാസ്ത്രം എഴുതിയത് കൗടില്യൻ. കൗടില്യനാണ് അർത്ഥശാസ്ത്രം എഴുതിയത്. കൗടില്യൻ ആരുടെ സദസ്സിലെ മന്ത്രിയായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യൻ. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ സദസ്സിലെ മന്ത്രിയായിരുന്നു കൗടില്യൻ. സാമ്പത്തിക പ്രവർത്തനങ്ങൾ എങ്ങനെ വിഭജിച്ചിരിക്കുന്നു? പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല ഇങ്ങനെ വിഭജിച്ചിരിക്കുന്നു. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് പ്രാഥമിക മേഖല. കാർഷിക മേഖല എന്നറിയപ്പെടുന്നത് പ്രാഥമിക മേഖല. കാർഷിക മേഖല എന്നറിയപ്പെടുന്നത് പ്രാഥമിക മേഖലയാണ്. പ്രാഥമിക മേഖലയ്ക്ക് ഉദാഹരണമാണ് കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം തുടങ്ങിയവ. പ്രാഥമിക മേഖലയ്ക്ക് ഉദാഹരണമാണ് കൃഷി, വനപരിപാലനം, ഖനനം, മത്സ്യബന്ധനം തുടങ്ങിയവ. പ്രാഥമിക മേഖലകളിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. പ്രാഥമിക മേഖലയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നത് ദ്വിതീയ മേഖലയാണ്. വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്നത് ദ്വിതീയ മേഖലയാണ്. ദ്വിതീയ മേഖലയ്ക്ക് ഉദാഹരണം വൈദ്യുതി ഉൽപ്പാദനം, ടെക്സ്റ്റൈൽ വ്യവസായം തുടങ്ങിയവ. ദ്വിതീയ മേഖലയ്ക്ക് ഉദാഹരണമാണ് വൈദ്യുതി ഉൽപ്പാദനം, ടെക്സ്റ്റൈൽ വ്യവസായം തുടങ്ങിയവ. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രദാനം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പിന്തുണ പ്രദാനം ചെയ്യുന്ന മേഖലയാണ് തൃതീയ മേഖല. ബാങ്കിങ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം എന്നിവ തൃതീയ മേഖലയിലേക്ക് ഉദാഹരണമാണ്. ബാങ്കിങ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം എന്നിവ തൃതീയ മേഖലയ്ക്ക് ഉദാഹരണമാണ്. ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം. ഉൽപ്പാദന ഘടകങ്ങളാണ് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഉൽപ്പാദന ഘടകങ്ങളാണ് ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഉൽപ്പാദന പ്രക്രിയയിൽ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജലം, വായു, സൂര്യപ്രകാശം, മണ്ണ്, ഖനനം ചെയ്ത ധാതുക്കൾ എന്നിവയാണ്. ഉൽപ്പാദന പ്രക്രിയയിൽ ഭൂമി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജലം, വായു, സൂര്യപ്രകാശം, മണ്ണ്, ഖനനം ചെയ്ത ധാതുക്കൾ എന്നിവയാണ്. ഭൂമിയുടെ ഉപരിതലം, ഭൗമാന്തരീക്ഷം, ഭൂമിയുടെ അന്തർഭാഗം എന്നിവിടങ്ങളിലെ പ്രകൃതി വിഭവങ്ങളാണ് ഉൽപ്പാദനത്തിനായി ഉപയോഗപ്പെടുത്തുന്നത്. ഭൂമിയുടെ ഉപരിതലം, ഭൗമാന്തരീക്ഷം, ഭൂമിയുടെ അന്തർഭാഗം എന്നിവിടങ്ങളിലെ പ്രകൃതി വിഭവങ്ങളാണ് ഉൽപ്പാദനത്തിനായി ഉപയോഗപ്പെടുത്തുന്നത്. ഉൽപ്പാദന പ്രക്രിയയിൽ തൊഴിലാളികൾ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. ഉൽപ്പാദന പ്രക്രിയയിൽ
തൊഴിലാളികൾ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സമ്പത്തിനെയും വിഭവങ്ങളെയും ആണ് മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന സമ്പത്തിനെയും വിഭവങ്ങളെയുമാണ് മൂലധനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫാക്ടറി കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ, തൊഴിലാളികളുടെ വേതനം എന്നിവയെല്ലാം മൂലധനത്തിൻ്റെ ഭാഗമാണ്. മൂലധനം പലവിധമുണ്ട്. സാമ്പത്തിക മൂലധനം, മനുഷ്യ മൂലധനം, ഭൗതിക മൂലധനം, പ്രകൃതി മൂലധനം എന്നിവ. അതിൽ സാമ്പത്തിക മൂലധനത്തിന് ഉദാഹരണമാണ് പണം, നിക്ഷേപം എന്നിവ. മനുഷ്യ മൂലധനത്തിന് ഉദാഹരണമാണ് കഴിവ്, ജ്ഞാനം. ഭൗതിക മൂലധനങ്ങൾ യന്ത്രങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ. പ്രകൃതി മൂലധനം വിഭവങ്ങൾ, പരിസ്ഥിതി. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവയെ കൂട്ടിയോജിപ്പിക്കലാണ് സംഘാടനം. ഉൽപാദന ഘടകങ്ങളായ ഭൂമിയുടെ പ്രതിഫലമാണ് പാട്ടം. ഉൽപാദന ഘടകങ്ങളായ ഭൂമിയുടെ പ്രതിഫലമാണ് പാട്ടം. ഉൽപാദന ഘടകമായ തൊഴിലിൻ്റെ പ്രതിഫലമാണ് കൂലി. ഉൽപാദന ഘടകമായ തൊഴിലിൻ്റെ പ്രതിഫലമാണ് കൂലി. ഉൽപാദന ഘടകമായ മൂലധനത്തിൻ്റെ പ്രതിഫലമാണ് പലിശ. ഉൽപാദന ഘടകമായ മൂലധനത്തിൻ്റെ പ്രതിഫലമാണ് പലിശ. ഉൽപാദന ഘടകമായ സംഘാടനത്തിൻ്റെ പ്രതിഫലമാണ് ലാഭം. ഭൂമിയുടെ പ്രതിഫലം പാട്ടം, തൊഴിലിൻ്റെ പ്രതിഫലം കൂലി, മൂലധനത്തിൻ്റെ പ്രതിഫലം പലിശ, സംഘാടനത്തിൻ്റെ പ്രതിഫലം ലാഭം. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ സാധിക്കുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗപ്പെടുത്തുന്നതാണ് വില കൊടുക്കാം എന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഉപഭോക്താവ്. വില കൊടുക്കാം എന്ന കരാറിലോ ഏതെങ്കിലും സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിക്കുന്ന വ്യക്തിയാണ് ഉപഭോക്താവ്. നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉപഭോക്താവാണ് നമ്മുടെ പരിസരം സന്ദർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഉപഭോക്താവാണ്. ഉപഭോക്താവ് നമ്മെ ആശ്രയിക്കുകയല്ല, നാം അദ്ദേഹത്തെ ആശ്രയിക്കുകയാണ്. ആ വ്യക്തി നമ്മുടെ ജോലിക്ക് ഒരു തടസ്സമല്ല, അതിൻ്റെ ലക്ഷ്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജി. സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും ഉപഭോക്താവ് എന്ന നിലയിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത്? ഗുണമേന്മ, വിശ്വാസ്യത, വിൽപ്പനാനന്തര സേവനം, അളവിലും തൂക്കത്തിലും കൃത്യത. സാധനങ്ങൾ വാങ്ങുമ്പോഴും സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും ഉപഭോക്താവ് എന്ന നിലയിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് നമുക്ക് കിട്ടേണ്ടത്? ഗുണമേന്മ, വിശ്വാസ്യത, വിൽപ്പനാനന്തര സേവനം, അളവിലും തൂക്കത്തിലും കൃത്യത. ഇതൊക്കെ സാധനങ്ങളോ സേവനങ്ങളോ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് കിട്ടേണ്ട ആവശ്യങ്ങളാണ്. ഉപഭോക്താവ് എന്ന നിലയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനു മുമ്പ് അവയിൽ നിയമാനുസൃതം രേഖപ്പെടുത്തിയ പരമാവധി വില കൃത്യമായും പരിശോധിക്കണം. ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ കാലാവധി കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. പരസ്യവാചകങ്ങളിൽ അവകാശപ്പെട്ടിട്ടുള്ള ഗുണമേന്മ ഉൽപ്പന്നത്തിന് ഉണ്ടായിരിക്കണം. വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് വിൽപ്പനാനന്തര സേവനം യഥാസമയം ലഭിക്കണം. വാങ്ങിയ ഉൽപ്പന്നത്തിന് അതിൻ്റെ വിലയനുസരിച്ച് ഉള്ള ഗുണമേന്മ ഉണ്ടായിരിക്കണം. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986 ഉപഭോക്താവ് എന്ന നിലയിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്: ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് അവയിൽ നിയമാനുസൃതം രേഖപ്പെടുത്തിയ പരമാവധി വില കൃത്യമായും പരിശോധിക്കണം. ഭക്ഷ്യവസ്തുക്കൾ വാങ്ങുമ്പോൾ കാലാവധി കഴിഞ്ഞിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. പരസ്യവാചകങ്ങളിൽ അവകാശപ്പെട്ടിട്ടുള്ള ഗുണമേന്മ ഉൽപ്പന്നത്തിന് ഉണ്ടായിരിക്കണം. വീട്ടിലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് വിൽപ്പനാനന്തര സേവനം യഥാസമയം ലഭ്യമാകണം. വാങ്ങിയ ഉൽപ്പന്നത്തിന് അതിൻ്റെ വിലയനുസരിച്ചുള്ള ഗുണമേന്മ
ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986. ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986. ഇനി നമുക്ക് കുറച്ച് PSC ബുള്ളറ്റിൻ പഠിക്കാം. മേച്ചിപ്പുല്ല് സമരത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് PK കുഞ്ഞാക്കമ്മ. മേച്ചിപ്പുല്ല് സമരത്തിന് നേതൃത്വം നൽകിയ വനിതയാണ് PK കുഞ്ഞാക്കമ്മ. യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ. രോഗപ്രതിരോധത്തിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഗ്ലോബുലിൻ. കേരളത്തിലെ 44 നദികളിലെ ആകെയുള്ള നീരൊഴുക്ക് എത്ര കോടി ഘനമീറ്ററാണ്? 7790. 7790 കോടി ഘനമീറ്ററാണ് കേരളത്തിലെ 44 നദികളിലെ ആകെയുള്ള നീരൊഴുക്ക്. കേരളത്തിലെ 44 നദികളുടെ നീർവാർച്ചാ പ്രദേശം എത്ര ചതുരശ്ര കിലോമീറ്ററാണ്? 27,739. 27,739 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിലെ 44 നദികളുടെ നീർവാർച്ചാ പ്രദേശം. കേരളം ആദ്യമായി ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച വർഷം 1877. കേരളം ആദ്യമായി ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച വർഷം 1987. കേരളം ആദ്യമായി ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ച വർഷം 1987. കോശമില്ലാതെ ജനിതക വസ്തുവും പ്രോട്ടീൻ കവചവും മാത്രമുള്ളത് വൈറസിനാണ്. ജലത്തിൽ ശബ്ദത്തിൻ്റെ വേഗം സെക്കൻഡിൽ 1435 മീറ്ററാണ്. ജലത്തിൽ ശബ്ദത്തിൻ്റെ വേഗം സെക്കൻഡിൽ എത്ര മീറ്ററാണ്? 1435 മീറ്റർ. ഓഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഇൻഫ്ലുവൻസ. ഓഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്ന രോഗം ഇൻഫ്ലുവൻസ. കേരള സംസ്ഥാന രൂപീകരണ ശേഷം നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ അണക്കെട്ടാണ് പീച്ചി. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ അണക്കെട്ടാണ് പീച്ചി. പാലക്കൊണ്ട കലാപത്തിന് വേദിയായ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പാലക്കൊണ്ട കലാപത്തിന് വേദിയായ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. പുത്തൻവേലിക്കരയിൽ വെച്ച് പെരിയാറിൻ്റെ ശാഖയായ മംഗലപ്പുഴ ഏത് നദിയിലാണ് ചേരുന്നത്? ചാലക്കുടിപ്പുഴ. പുത്തൻവേലിക്കരയിൽ വെച്ച് പെരിയാറിൻ്റെ ശാഖയായ മംഗലപ്പുഴ ഏത് നദിയിലാണ് ചേരുന്നത്? ചാലക്കുടിപ്പുഴ. മാപ്പിള ലഹള പരാമർശിക്കുന്ന നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. മാപ്പിള ലഹള പരാമർശിക്കുന്ന നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. മുറിവുകളിലൂടെ രോഗാണു ശരീരത്തിലേക്ക് പ്രവേശിച്ചുണ്ടാകുന്ന രോഗമാണ് ടെറ്റനസ്. മുറിവുകളിലൂടെ രോഗാണു ശരീരത്തിനകത്ത് പ്രവേശിച്ചുണ്ടാകുന്ന രോഗമാണ് ടെറ്റനസ്. ഇന്ത്യയിൽ ജന്മിസമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 1. ഇന്ത്യയിൽ ജന്മിസമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 1. രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയത്തിൽ അത് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സഭയിലെ ആകെ അംഗബലത്തിൻ്റെ ഏറ്റവും കുറഞ്ഞത് എത്ര അംഗങ്ങളാണ് ഒപ്പിട്ടിരിക്കേണ്ടത്? 4/1. രാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള പ്രമേയത്തിൽ അത് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സഭയിലെ ആകെ അംഗബലത്തിൻ്റെ ഏറ്റവും കുറഞ്ഞത് എത്ര അംഗങ്ങളാണ് ഒപ്പിട്ടിരിക്കേണ്ടത്? 4/1. ഏതിൻ്റെ പോഷകനദിയാണ് അമരാവതി? കാവേരി. ഏത് ജീവിയുടെ പ്രത്യുൽപാദന രീതിയാണ് മുകുളനം? ഹൈഡ്ര. ഹൈഡ്രയിലെ പ്രത്യുൽപാദന രീതിയാണ് മുകുളനം. ഓക്സിജൻ, പോഷകങ്ങൾ എന്നിവ ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരത്തിൽ എത്തുകയും മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഏതിലൂടെയാണ്? പൊക്കിൾക്കൊടിയിലൂടെ.
കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹൈഡ്രജനാണ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജനാണ്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി സ്ഥിതി ചെയ്യുന്ന അവസ്ഥ. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് പ്ലാസ്മ. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേര് ധോണ്ടു പാന്ത്. നാനാ സാഹിബിൻ്റെ യഥാർത്ഥ പേര് ധോണ്ടു പാന്ത്. പാഗൽപന്തി കലാപത്തിൻ്റെ പശ്ചാത്തലം ബംഗാൾ. പാഗൽപന്തി കലാപത്തിൻ്റെ പശ്ചാത്തലം ബംഗാൾ. പുലിക്കോട് വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് പുലിക്കോട് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. പദാർത്ഥത്തിൻ്റെ എത്രാമത്തെ അവസ്ഥയാണ് സൂപ്പർ കൂൾഡ് ഫെർമി ഗ്യാസ്? 7ാമത്തെ അവസ്ഥ. ബിയാസ് നദി ഏതിലാണ് ചെന്ന് ചേരുന്നത്? സത്ലജ്. ബിയാസ് നദി ഏതിലാണ് ചെന്ന് ചേരുന്നത്? സത്ലജ്. ഭവാനി പഥക്, ദേവി ചൗധരാണി എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളായിരുന്നു? സന്യാസി കലാപം. ഭയക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. ബിയാസ് നദി ചെന്ന് ചേരുന്നത് സത്ലജിലാണ്. ഭവാനി പഥക്, ദേവി ചൗധരണി എന്നിവർ സന്യാസി കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളാണ്. ഭയക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യ ഇൻകം ടാക്സ് നിയമം നിലവിൽ വന്ന വർഷം 1860. പാരസെറ്റമോൾ രാസപരമായി അറിയപ്പെടുന്നത് ഫോർ അസറ്റമിഡോ ഫീനോൾ. പാരസെറ്റമോൾ രാസപരമായി അറിയപ്പെടുന്നത് ഫോർ അസറ്റമിഡോ ഫീനോൾ. ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രിയാണ്. ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രിയാണ്. 1857 വിപ്ലവത്തിന് മുറാദാബാദിൽ നേതൃത്വം നൽകിയത് അബ്ദുൾ അലി ഖാൻ. 1857 വിപ്ലവത്തിന് മുറാദാബാദിൽ നേതൃത്വം നൽകിയത് അബ്ദുൾ അലി ഖാൻ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.